നമസ്തേ. ഹിന്ദുവിനെ മതം എന്ന രീതിയിൽ വിവക്ഷിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. അതായത് പൊതുവെ മതത്തിനെ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്ന് സ്പിരിച്വൽ റിലീജിയൻ, മറ്റൊന്ന് ബിലീവേഴ്സ് റിലീജിയൻ എന്നാണ് പറയുന്നത്. ഹിന്ദു ശരിക്കും എന്ന് പറയുന്നത് സ്പിരിച്വൽ റിലീജിയൻ ആണ്. അതായത് ബിലീവേഴ്സ് റിലീജിയൻ എന്ന് പറയുന്നത് സ്വർഗത്തിലൊരു ദൈവം ഇരിക്കുന്നു, അതേപോലെ തന്നെ എന്താണ് അവിടത്തേക്ക് നമ്മുടെ ഈ ഇഹലോകത്തിലെ ജീവൻ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. ഈ ലോകം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പോൾ മരണാനന്തരം നമ്മൾ അവിടത്തേക്ക് പോകും എന്നുള്ള രീതിയിലുള്ള അതിനെയാണ് ബിലീവേഴ്സ് റിലീജിയൻ എന്ന് പറയുന്നത്. പക്ഷെ ഹിന്ദു എന്ന് പറയുന്നത് സ്പിരിച്വൽ റിലീജിയൻ ആണ്. അതായത് ഒരു സ്പിരിച്വാലിറ്റിയാണ് ഹിന്ദു എന്ന് പറയുന്നത്. പക്ഷെ സ്പിരിച്വൽ റിലീജിയൻ എന്ന് പറയുന്നത് എന്താണ്? അത് സ്പിരിച്വാലിറ്റിയാണ്, അതായത് ആത്മീയതയാണ്. ബിലീവേഴ്സ് റിലീജിയന് ഒരു ഗ്രന്ഥമുണ്ട്, അത് ദൈവം നൽകിയതാണ് ആ ഗ്രന്ഥം. പക്ഷേ അതേപോലെ തന്നെ എന്താണ്, ദൈവം തന്നെയാണ് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചത്, ദൈവമാണ്, ഓരോരുത്തരെയും ദൈവമാണ് സൃഷ്ടിച്ചത് എന്നുള്ള രീതിയിലാണ്. പക്ഷേ സ്പിരിച്വൽ റിലീജിയൻ എന്താണ്? സ്പിരിച്വൽ റിലീജിയൻ എന്ന് പറയുന്നത് ഊർജത്തിൽ നിന്നാണ് ഈ ലോകം ഉണ്ടായത്. പിന്നെ എല്ലാ ജീവികളും ദൈവത്തിൻ്റെ സൃഷ്ടി എന്നുള്ളതിന് അപ്പുറത്ത് ദൈവം തന്നെയാണ്, എല്ലാത്തിലും ദൈവം ഇരിക്കുന്നു എന്നുള്ള രീതിയിലാണ് സ്പിരിച്വൽ റിലീജിയൻ ഉള്ളത്. ഈ സ്പിരിച്വൽ റിലീജിയനെ സംബന്ധിച്ചിടത്തോളം അത് ഒരിക്കലും പൂർണ്ണമല്ല, അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഹിന്ദുയിസം എന്ന് പറയാറില്ല, ഹിന്ദുയിസം എന്ന് പറയുന്ന വാക്ക് തന്നെ ശരിക്കും തെറ്റാണ്. കാരണം ഇസം എന്ന് പറയുന്നത് എപ്പോഴും പൂർത്തീകരിക്കപ്പെട്ടതാണ്. അവിടെ പിന്നെ എഡിറ്റിംഗ് ഒന്നും നടത്താൻ അനുവാദമില്ല. അതിനെ യാതൊരു രീതിയിലും മാറ്റാനോ പിന്നെ പരിഷ്കരിക്കാനോ ഒന്നും ഇസത്തിലെ അനുവാദമില്ല. നമ്മൾ കമ്മ്യൂണിസം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, കമ്മ്യൂണിസം എന്നൊക്കെ അതൊക്കെ എഴുതപ്പെട്ടതാണ്. അവിടെ പിന്നെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സാധ്യമല്ല. അപ്പൊ അങ്ങനെ ഒരു പാശ്ചാത്യ വാക്കാണ് ഇസം. മാത്രമല്ല, ഇസം എന്ന് പറയുന്നത് പൂർത്തീകരിക്കപ്പെട്ടതാണ്. പക്ഷേ ഹിന്ദു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇസമല്ല. ഹിന്ദു എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ആണ്. ഓരോ ആചാര്യന്മാർ ഇപ്പോൾ പുതിയതായിട്ട് ഒരു പഴയ ഗുരു പരമ്പരയിൽ നിന്നും പുതിയ ഒരാൾ വരുന്ന സമയത്ത് അവിടെയും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ദർശനങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടും, അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കപ്പെടും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കരണ്ട് ആണ് തുടക്കത്തിൽ കണ്ടുപിടിച്ചു. പക്ഷെ കരണ്ട് കണ്ടുപിടിച്ച സമയത്ത് ആ കാലഘട്ടത്തിൽ അതൊരുപക്ഷെ ബൾബ് കത്തിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ല പിന്നീട് വെള്ളം മുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെയായി. ബൾബ് കത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പവർ ആദ്യം ഉപയോഗിച്ചതെങ്കിൽ അതിനുശേഷം അത് മോട്ടറിലൂടെ വെള്ളം എടുക്കാൻ വേണ്ടി എത്തി. പിന്നീട് അത് ഫാൻ തിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു. പിന്നീട് അത് നമ്മൾ ടി വി കാണുന്നതിന് വേണ്ടിയിട്ട് കറണ്ട് ഉപയോഗിക്കപ്പെട്ടു. പിന്നീട് ഈ ടി വി നമ്മൾ കമ്പ്യൂട്ടർ കാണുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട കമ്പ്യൂട്ടർ കണ്ടുപിടിക്കപ്പെട്ടു. അങ്ങനെ അവസാനം മൊബൈൽ വരെ കണ്ടുപിടിക്കപ്പെട്ടു. അപ്പോൾ ഇത് ഈ പവർ എന്ന് പറയുന്നത് നമുക്ക് ലൈറ്റായിട്ട് നമ്മൾ പവർ ആദ്യം കണ്ടുപിടിച്ച കറണ്ട് ഉണ്ടായിട്ട് നമുക്ക് ലൈറ്റായിട്ട് നമുക്ക് അനുഭവവേദ്യമായി പ്രകാശമായിട്ട്, പിന്നെ അത് മോട്ടറിലേക്ക് എത്തി, ഫാനിലേക്ക് എത്തി, എ സിയിലേക്ക് എത്തി, റേഡിയോയിലേക്ക് എത്തി, അതുപോലെ തന്നെ ടി വിയിലേക്കും കമ്പ്യൂട്ടറിലേക്കും മൊബൈലിലേക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് എത്തി. അപ്പൊ അവിടെ പ്രോസസ്സിങ് ഉണ്ടായിക്കൊണ്ടേ നിന്നില്ല. ഇനിയും എന്തൊക്കെ കണ്ടുപിടിക്കപ്പെടും? ഈ വൈദ്യുതിയുടെ ബേസ്, വൈദ്യുതിയുടെ അടിത്തറയിൽ ഇനിയും എന്തൊക്കെ കണ്ടുപിടിക്കപ്പെടുമെന്ന് നമുക്കറിയില്ല. ഇതേപോലെ തന്നെ ഈ ദർശനങ്ങൾ നമ്മൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ ദർശനങ്ങൾ, നമ്മുടെ അടിത്തറ, ഓരോ ആചാര്യന്മാർ വികസനത്തിൽ അതിൽ നിന്ന് എന്തെങ്കിലും പുതിയത് എടുത്തിട്ട് അതിന് വ്യാപനം കൊടുക്കും. അപ്പൊ അത് ശരിക്കും അത് ഇതിന്റെ സമ്പുഷ്ടതയാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ ഇതിന് എതിരായിട്ടുള്ളതല്ല. ഇതിനെ സമ്പുഷ്ടമാക്കിയാണ് ചെയ്യുന്നത്. ഈ സംസ്കാരത്തെ സമ്പുഷ്ടമാക്കിയാണ് ചെയ്യുന്നത്, ദർശനത്തെ സമ്പുഷ്ടമാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധനും ശങ്കരനും ഒക്കെ ഇതുപോലുള്ള ഈ ദർശനത്തിന് വ്യാപനം കൊടുക്കുകയാണ് ചെയ്തത്, ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അറിവ്, അഭ്യാസം, അനുഭൂതി, അതാണ്. അറിവ് നേടുക, അത് അഭ്യസിക്കുക, അത് അനുഭൂതി തലത്തിലേക്ക് എത്തുക. അപ്പൊ ആ രീതിയിലുള്ള ഒരു റിലീജിയൻ എന്ന് പറയാം. നമുക്ക് സ്പിരിച്വൽ റിലീജിയൻ എന്നുള്ളതാണ്. അത് ബിലീവേഴ്സ് റിലീജിയൻ അല്ല, മറിച്ച് സ്പിരിച്വൽ റിലീജിയൻ ആണ്. അതായത് അറിവ് നേടുക, അഭ്യസിക്കുക, എന്നിട്ട് അനുഭൂതിയിലേക്ക് എത്തുക. അപ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ശരിക്കും ആ ദർശനത്തിന്റെ പൂർണ്ണത ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഇതാണ് സനാതന ധർമ്മം. അപ്പൊ അവിടെ ദൈവത്തെ തേടിക്കൊണ്ടേയിരിക്കും.
അതായത് ദൈവത്തെ എത്തിയില്ല, ദൈവത്തെ തേടിക്കൊണ്ടേയിരിക്കും. പുതിയ പുതിയ ദൈവങ്ങളും ഉണ്ടാകും. ഈ തേടുന്നവർ പിന്നെ ദൈവമായിട്ട് മാറും. ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ അതേസമയത്ത് ബിലീവേഴ്സ് റിലീജിയനിൽ എന്താണ്? ബിലീവേഴ്സ് റിലീജിയനിൽ ഒരു ദൈവമുണ്ട്, ഓൾറെഡി അവിടെ ഒരു ദൈവമുണ്ട്. സ്പിരിച്വൽ റിലീജിയനിൽ എന്താണ്? ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. ബുദ്ധനും ശങ്കരനും ഒക്കെ തേടി നടന്നുകൊണ്ടേയിരുന്നവരാണ്. അപ്പോൾ അവിടെ നിന്നാണ് അന്വേഷണം, അവിടെ ഒരിക്കലും നിൽക്കുന്നില്ല, അത് പ്രോസസ്സിങ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അവിടെ എന്താണ്? അവിടെ അന്വേഷിക്കുക, കണ്ടെത്തുക, അനുഭവിച്ചറിയുക. ഒരേ ചൈതന്യം. ആ ഒരേ ചൈതന്യമാണ് എല്ലാറ്റിലും ഉള്ളത്, എല്ലാ ജീവികളിലുള്ളത് ഒരേ ചൈതന്യമാണ്. അതുകൊണ്ടാണ് പൂന്താനം പാടിയത് എന്താണ്? ഈച്ച ചത്തൊരു പോച്ചയായി ഇടുന്നു, ഗജം ചത്ത് അജമായി പറക്കുന്നു, അജം ചത്തുടനെ നരൻ ചത്ത് നാരിയായി പറക്കുന്നു. ഇങ്ങനെ നമ്മൾ ജ്ഞാനപ്പാനയിൽ കേട്ടിട്ടുള്ളതാണ്. അതായത് ഒന്ന് ചത്തിട്ട് അത് നേരെ സ്വർഗത്തിലേക്ക് എത്തുന്നു എന്നല്ല പറയുന്നത്. ആ ഒരു ജീവൻ മാറിയിട്ട് വേറൊരു ജീവനാണ്. അതിന് മനുഷ്യൻ എന്താണ്? കൃമിയാവാം. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നരൻ ചത്തൊരു കൃമിയായി പറക്കുന്നു. അപ്പോൾ ഏതും ആവാം. അതായത് മനുഷ്യൻ ഇനെന്താണ്? നാളെ എന്താണ്? ഓരിയായിട്ട് പറക്കാം, നാരി ചത്തുടനെ ഓരിയായി ഇടുന്നു. അപ്പൊ ഏത് എന്നൊന്നും ഇല്ല, ഏത് ജീവിയായിട്ട് മാറാം. അതെന്താണ്? അവിടെ ഒരു വ്യത്യസ്തതയില്ല. ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു പ്രാണിയും ഒരു വലിയൊരു രാജാവും വ്യത്യസ്തനല്ല. അതിൽ രണ്ടിലുള്ളത് പരമാത്മാവിന്റെ അംശം തന്നെയാണ്. പരമാത്മാവിന്റെ അംശം, അതാണ് ജീവാത്മാവ്. അപ്പൊ എല്ലാറ്റിലും ഉള്ളത് ഒരേ ചൈതന്യം, ഏത് ജീവികളിലുള്ളത് ഒരേ ചൈതന്യം എന്നുള്ളൊരു ദർശനമാണ് നമ്മുടേത്. അപ്പോൾ അതുകൊണ്ടാണ് പൂന്താനം അങ്ങനെ പാടിയത്. എന്താണ്? ഓരോരു ജീവിച്ചത്ത് മറ്റൊന്നുണ്ടാകും. അത് ഏത് എന്നൊന്നുമില്ല, ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ അതാണ് സ്പിരിച്വൽ റിലീജിയന്റെ പ്രത്യേകത. പക്ഷെ ബിലീവേഴ്സ് റിലീജിയൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അവിടെ നിന്നാണ് മരിച്ചു കഴിഞ്ഞാൽ നേരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് സ്വർഗത്തിലേക്ക് പോകും, സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അവിടെ എന്താണ്? പുനർജന്മത്തിനെ കുറിച്ചിട്ട് പറയുന്നില്ല. പക്ഷെ ഇവിടെ എന്താണ്? സ്പിരിച്വൽ റിലീജിയനിൽ പുനർജന്മമുണ്ട്. എന്നിട്ട് എന്താണ്? അവസാനമുള്ളത് മോക്ഷപ്രാപ്തി എന്നാണ് പറയുന്നത്. ഈ മോക്ഷപ്രാപ്തി എന്നാൽ എന്താണ്? ഇവിടെ സ്വർഗത്തിനും നരകത്തിനും വലിയ പ്രാധാന്യമില്ല. ഇവിടെ പ്രാധാന്യം എന്ന് പറയുന്നത് മോക്ഷത്തിനാണ്. അപ്പോൾ പക്ഷെ ബിലീവേഴ്സ് റിലീജിയനിൽ അങ്ങനെയല്ല. അവിടെ സ്വർഗത്തിനും നരകത്തിനും പ്രാധാന്യമുണ്ട്. പക്ഷെ സ്പിരിച്വൽ റിലീജിയനിൽ സ്വർഗത്തിനും നരകത്തിനും പ്രാധാന്യമില്ല. പ്രാധാന്യമുള്ളത് മോക്ഷപ്രാപ്തിക്കാണ്. അവിടെ സ്വർഗത്തിലേക്ക് എത്തുക എന്നുള്ളതല്ല ഏറ്റവും എന്താണ്? അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം സ്വർഗത്തിലേക്ക് എത്തുകയല്ല, മറിച്ച് അവിടെ ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളത്, സാക്ഷാത്കാരം, അതായത് പരബ്രഹ്മത്തിൽ ലയിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുണ്ടാവുക സത്സംഗം, അതുപോലെ തന്നെ സാധന, സത്സംഗം സാധന, അതിലൂടെ സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നു എന്ന് പറയുകയാണ്. അതായത് ജീവാത്മാ പരമാത്മാ ബന്ധം, ജീവാത്മാവ് പരമാത്മാവിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് പറയുന്നത്, ജന്മകർമ്മച മേ ദിവ്യം ഏവം യോ വേത്തി തത്വത ത്യക്താദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന എന്നുള്ളത്. അതായത് എൻ്റെ ദിവ്യമായിട്ടുള്ള ജന്മകർമ്മങ്ങൾ ഏതൊരുവനാണോ തത്വത്തിൽ ഗ്രഹിക്കുന്നത് അവൻ എന്താണ്? അവൻ എന്നിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അല്ലയോ അർജുന, ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വത, ഏതൊരുവനാണോ തത്വത്തിൽ ഗ്രഹിക്കുന്നത് അവൻ എന്താണ്? ജീവൻ ത്യജിച്ചു കഴിഞ്ഞാൽ പിന്നെ നെയ്തി മാമേതി സോർജുന, നെയ്തി എന്താണ്? അവൻ എന്നിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്, മാമേതി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് സ്പിരിച്വൽ റിലീജിയന്റെ പ്രത്യേകത. ഭഗവാനിൽ തന്നെ ലയിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ സ്വർഗത്തിനും നരകത്തിനും വലിയ പ്രാധാന്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്താണ്? ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് ഇതാണ്. അത് പ്രോസസ്സിങ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊരിക്കലും എന്താണ്? അവിടെ പലതും ഇനിയും വരാതെ എന്തായാലും പൂർത്തീകരിക്കപ്പെട്ടതല്ല. അത് ദർശനങ്ങളാണ്. ഇനിയും ദർശനങ്ങൾ ഉണ്ടാവാം, പലരും അതിന് സംഭാവന കൊടുക്കാം. പക്ഷെ അതൊക്കെ കൊണ്ട്, ആ സംഭാവനകൾ കൊണ്ട് അത് സമ്പുഷ്ടമാവുകയാണ് ചെയ്യുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്തേ.